എൻ്റെ നൽ സഖിയാ യേശുവേ എന്നെന്നും നിലനിൽക്കും നിക്ഷേപമാ യേശുവേ എന്നെന്നും നീ എൻ്റെ നൽ സഖിയാ യേശുവേ യേശുവേ എന്നെന്നും ദൈവ കുഞ്ഞാടേ സ്തുതിക്കു യോഗ്യനേ മാറാത്ത സ്നേഹിതനേ അങ്ങേ പാടുമ്പോ അങ്ങേ വാഴ്ത്തുമ്പോ ഞാൻ വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 2:15 ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെ ആക്കി. ആമേൻ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ശേഷം അവർക്കെല്ലാം കർത്താവ് ഒരുക്കി, തോട്ടമൊരുക്കി, ആ തോട്ടത്തെ നനയ്ക്കുവാൻ നദിയൊരുക്കി, അതിനകത്ത് ഏറ്റവും ഫലവത്തായതെല്ലാം കർത്താവ് ഒരുക്കി. അതിനുശേഷം ദൈവം ഒരുക്കിയ ഏറ്റവും നല്ലതിലേക്ക് കർത്താവ് തന്നെ അവനെ കൂട്ടിക്കൊണ്ടുപോയി. എത്ര മനോഹരമായൊരു ചിത്രമാണിത്. ഇതിനകത്ത് നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട ഏറ്റവും നല്ലത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് ഏറ്റവും നല്ലതാണ്. ആ ഒരുക്കിയതിലേക്ക് എങ്ങനെ നിങ്ങൾ എത്തുമെന്നൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ കർത്താവിനെ സ്നേഹിച്ചു, കർത്താവിനെ പിൻപറ്റിക്കൂ, കർത്താവ് തന്നെ നിങ്ങളെ അതിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. യോസേഫ് പൊട്ടക്കുഴിയിലൂടെയും കാരാഗൃഹത്തിലൂടെയും അപമാനത്തിലൂടെയും കുണ്ടറയിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അവനറിയുന്നില്ല എങ്ങോട്ടാ പോകുന്നത്. എന്നാൽ അതിൻ്റെ അവസാനത്ത് ദൈവം അവന് വേണ്ടി ഒരുക്കിയതിലേക്ക് ദൈവം തന്നെ അവനെ എത്തിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ഒത്തിരി പ്രശ്നസങ്കീർണമായ വഴികളിലൂടെയൊക്കെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്. മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷ നിങ്ങൾക്കില്ലായിരിക്കും. പക്ഷേ ദൈവം എന്തൊക്കെയോ മനോഹരമായ നന്മകളും മാന്യതകളും ഒക്കെ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ആദാമിനെ കർത്താവ് കൈ പിടിച്ച് കൊണ്ടുപോയതുപോലെ നിങ്ങളെ കൂട്ടിക്കൊണ്ട് അതിലേക്ക് എത്തിക്കും. ഈ ദിനങ്ങളിൽ ദൈവം ഒരുക്കിയ ചിലതിലേക്ക് നിങ്ങൾ എത്തുന്ന ദിനങ്ങളാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ എന്തൊക്കെ ചെയ്യണമെന്നും കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. വേല ചെയ്യുവാനും അത് കാക്കുവാനും അവിടെ ആക്കി. നിങ്ങളെ ഒരു ദൈവികമായ ലക്ഷ്യത്തിലേക്ക് എത്തുക മാത്രമല്ല, അവിടെ എത്തിക്കഴിഞ്ഞ് നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഡയറക്ഷനും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും തരുന്ന ഒരു നല്ല ദൈവമാണ്. നീ ആയിരിക്കുന്ന ചില പുതിയ സ്ഥലങ്ങളിൽ എങ്ങനെ നിനക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ലായിരിക്കാം. പക്ഷേ ഈ ദിനങ്ങളിൽ ഒരു വചനം കർത്താവ് തരുന്നു. ഞാൻ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറയും, പോകേണ്ട വഴിയെ ഞാൻ നിനക്ക് കാണിച്ചു തരും. ഉറപ്പായിട്ടും ഇന്നത്തെ പ്രഭാതം നിങ്ങൾ ഒത്തിരി സന്തോഷിച്ചു. കാരണം ദൈവം എന്തൊക്കെയോ ഒരുക്കിയിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയങ്ങളാണ്. യെസ്, ഇത് വിശ്വസിച്ചോ? വാ തുറന്ന് പറഞ്ഞാട്ടെ, ദൈവം എനിക്കായിട്ട് ഏറ്റവും നല്ലത് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. എന്നെ ദൈവം തന്നെ അവിടെ എത്തിക്കുകയാണ്. അവിടെ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള സകല ഗൈഡൻസും എൻ്റെ ദൈവം എനിക്ക് തരും. നിങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞു, ചില നന്മകളിലേക്കും മാന്യതയിലേക്കും ദൈവം നിങ്ങളെ കൈപിടിച്ച് നടത്തുന്നു എന്ന്
ഈ വചനത്തിലൂടെ സംസാരിക്കുന്നു. ഇത് വിശ്വസിച്ച് നമുക്ക് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സകലതും ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു പിതാവേ. കർത്താവെ, ഞങ്ങളുടെ പ്രതികൂലങ്ങളുടെയും പ്രതീക്ഷയില്ലായ്മയുടെയും നടുവിൽ പരിശുദ്ധാത്മാവ് അങ്ങ് ഇന്ന് ഞങ്ങളോട് സംസാരിച്ച അങ്ങയുടെ വചനത്തിനായി നന്ദി പറയും. കർത്താവെ, ഈ ഓരോ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അതിലേക്ക് അങ്ങ് നയിച്ചുകൊണ്ട് പോകുന്നതിന് സ്തോത്രം ചെയ്യും. പരിശുദ്ധാത്മാവ് വ്യക്തമായ ഗൈഡൻസ് അങ്ങ് കൊടുക്കണമേ. കർത്താവെ, എത്തേണ്ടടുത്ത് അവരെ എത്തിക്കണമേ. കർത്താവെ, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ചലനങ്ങളും അവരോടൊപ്പം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തി അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ എന്തെങ്കിലും കാരണത്താൽ ഒരു ദിവസം വോയിസ് ഓഫ് ലവ് അല്പം താമസിച്ചാൽ ഒത്തിരി പേര് വിളിച്ച് അന്വേഷിക്കും, എന്താ താമസിച്ചേ. ആമേൻ. സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായും അനേകർക്ക് ഇത് ഷെയർ ചെയ്യുന്നവർക്കായിട്ടും കർത്താവിന് നന്ദി പറയുന്നു. യെസ്, നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനുമായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ നിങ്ങൾ പല വിധത്തിലും സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഉള്ളവരെയും ഞങ്ങൾ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. ചെറുതും വലുതുമായ എല്ലാ കൂട്ടായ്മയ്ക്കും നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. അവർ ശാരീരികമായും മാനസികമായും ആത്മീയമായും അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. അവർക്ക് വേണ്ടതെല്ലാം കർത്താവ് കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. ഞങ്ങൾ ഈ ദിവസങ്ങൾ കേൾക്കുന്ന ഒത്തിരി സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം. കർത്താവ് സൗഖ്യമാക്കിയതും വഴി തുറന്നതും അത്ഭുതങ്ങൾ ചെയ്തതുമായ സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ഈ വചനം കേൾക്കുന്നവരുടെ നടുവിലും അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ശരീരത്തിനും മനസ്സിനും സൗഖ്യമുണ്ടാകട്ടെ. ഞങ്ങൾ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാകട്ടെ. അവർക്ക് വഴികൾ തുറക്കപ്പെടട്ടെ. ദൈവം ഒരുക്കിയതിലേക്ക് അവർ കയറട്ടെ. എല്ലാം മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനേകരിലേക്ക് ഇത് എത്തേണ്ടതിന് നിങ്ങളിത് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.